നമസ്കാരം. ക്രിസ്തുയേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പുനരവതരണം പോലെ തന്നെ ആയിരുന്നു പെസഹാ തിരുനാളിലെ തൻ്റെ ചലനങ്ങൾ എന്നൊരു പാഠമുണ്ട്. ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷെയ്നിൻ്റെ ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ എന്ന ഗ്രന്ഥത്തിലാണ് അത്തരമൊരു നിരീക്ഷണം ഉള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യത്തെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുക. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, വസ്ത്രം ഊരി വെച്ചു, തുവർത്തെടുത്തു, അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു, ശിഷ്യന്മാരുടെ കാൽ കഴുകി, അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തി. ബിഷപ്പ് ഷെയ്ൻ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: തൻ്റെ പിതാവുമായുള്ള നിത്യമായ സ്വർഗീയ വിരുന്നിൽ നിന്നാണ് യേശു എണീറ്റത്. തൻ്റെ മഹത്വത്തിൻ്റെ അങ്കികളാണ് കർത്താവ് ഉരിഞ്ഞു വെച്ചത്. മനുഷ്യജന്മ പ്രകൃതത്തിൻ്റെ തുവർത്താണ് എടുത്തത്. തൻ്റെ ദൈവികതയുടെ മേൽ യേശു അത് ചുറ്റി. പാപികളുടെ മോചനത്തിനായി കുരിശിൽ ചിന്തിയ രക്തമാണ് ജീവജലമായി പകർന്നത്. തൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും നൽവരങ്ങളാൽ താൻ നമ്മെ കഴുകി തുവർത്തി ശുദ്ധമാക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ വരികളല്ലാതെ മറ്റെന്താണ് ഇതിനോട് ചേർത്ത് ധ്യാനിക്കുവാനുള്ളത്? അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ശൂന്യമാക്കി. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവമേ, ഈ രാത്രിയിൽ തമ്പുരാൻ മുറിച്ചു തരുന്ന വിനയത്തിൻ്റെ ഒരു തുണ്ടപ്പം എൻ്റെ ധാർഷ്ട്യങ്ങളെയും കാപട്യങ്ങളെയും ദഹിപ്പിച്ചിരുന്നെങ്കിൽ, ഈ ഭൂമിയിൽ എൻ്റെ അവശേഷിക്കുന്ന ചലനങ്ങളൊക്കെയും ക്രിസ്തുവിനെ തന്നെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ. നമസ്കാരം.